ഇനി കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര, പുല്ലൂർ എന്നീ താലൂക്ക് ആശുപത്രികളിൽ കറണ്ടില്ല എന്ന് സുജിത് സുരേന്ദ്രൻ റിപ്പോർട്ട് ചെയ്യുന്നു. പറയൂ സുജിത്. ഇന്നലെ വൈകിട്ട് 6:30യോടെയാണ് പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ പേവാർഡിൽ വൈദ്യുതി ബന്ധം തകരാറിലായത്. അവിടെ ഉടൻ തന്നെ വൈദ്യുതി ബന്ധം തകരാറിലായ ഉടൻ തന്നെ അവിടുത്തെ ആളുകൾ, പേവാർഡിലുള്ള ആളുകൾ അധികൃതരെ വിവരമറിയിച്ചു. എന്നാൽ രാത്രി 1 മണിക്ക് ശേഷമാണ് അവിടെ കറണ്ട് വന്നത്. ഇവിടെ ജനറേറ്റർ പോലും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല കുട്ടികളും അതുപോലെ തന്നെ ഗർഭിണികളും നവജാത ശിശുക്കളെയും ഒക്കെയാണ് ഈ പേവാർഡിൽ താമസിപ്പിച്ചിട്ടുള്ളത്. അവിടെ ഇൻക്യുബേറ്റർ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന സ്ഥലമാണ്. എന്നിട്ട് പോലും അവിടെ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ അധികൃതർ തയ്യാറായില്ല എന്നുള്ളതാണ്. പലതവണ KSEBയിൽ അധികൃതർ അറിയിച്ചിട്ടും അധികൃതർ ഇടപെട്ടില്ല. ഇതിനകത്ത് അവിടെ വൈദ്യുതി എത്തിയില്ല. അതുകൂടാതെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ രാത്രി 11:50 ശേഷമാണ് വൈദ്യുതി ബന്ധം തകരാറിലായത്. അവിടുത്തെ ഈ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്കുള്ള ജനറേറ്ററിന്റെ ഈ ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തനം നിലച്ചതാണ് വൈദ്യുതി ബന്ധം തടസ്സപ്പെടാൻ കാരണമായത്. അവിടെ ജനറേറ്റർ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഓവർലോഡ് കാരണം അതും പ്രവർത്തനം നിലയ്ക്കുകയായിരുന്നു. പിന്നീട് ജനറേറ്റർ ടെക്നീഷ്യനെ വിളിച്ചു വരുത്തിയായിരുന്നു. ടെക്നീഷ്യൻ വന്ന് പരിശോധിച്ചപ്പോൾ അവിടെ ഓവർലോഡ് കാരണമാണ് ജനറേറ്ററിന്റെ പ്രവർത്തനം നിലച്ചതെന്നാണ് പറഞ്ഞത്. അതിനുശേഷം KSEB അധികൃതരെയൊക്കെ വിവരം അറിയിച്ചിട്ട് പോലും അവിടേക്ക് എത്തിയില്ല. പിന്നെ ഏതാണ്ട് 1 മണിക്കൂറോളം നിരന്തരം ബന്ധപ്പെട്ടതിന് ശേഷമാണ് അവിടേക്ക് എത്തിയതും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടതും.